ഏവർക്കും ലീഡ് ഐസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഭൂട്ടാൻ റെയിൽ പദ്ധതി അനാച്ഛാദനം ചെയ്ത് ഇന്ത്യൻ റെയിൽവേ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം ചൈനയിൽ ഉദ്ഘാടനം ചെയ്തു. ആമസോൺ കാടുകളുടെ വലിപ്പത്തെ സ്വാധീനിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടറബിൾ റോഡ് ഇന്ത്യയിൽ. രാജസ്ഥാൻ മരുഭൂമിയിൽ ഗോതമ്പ് വളർത്താൻ സാങ്കേതിക വിദ്യയുമായി സെൻട്രൽ യൂണിവേഴ്സിറ്റി. ലോകത്തെ ഏറ്റവും മലിനമാക്കപ്പെട്ട 10 നഗരങ്ങളുടെ പട്ടികയിൽ സ്ഥാനം നേടി ന്യൂഡൽഹി. ആൻഡമാനിൽ 20 വർഷത്തിനു ശേഷം പൊട്ടിത്തെറിച്ച് അഗ്നിപർവ്വതം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഭൂട്ടാൻ റെയിൽ പദ്ധതി അനാച്ഛാദനം ചെയ്ത് ഇന്ത്യൻ റെയിൽവേ. 4033 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി ഇരു രാജ്യങ്ങൾക്കിടയിലെയും ആദ്യ ക്രോസ് ബോർഡർ റെയിൽവേ പ്രോജക്റ്റ് ആണ്. ഇന്ത്യയും ഭൂട്ടാനും കണക്ടിവിറ്റിയുടെ പുതിയ യുഗത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ്. കൊക്രാജാർ ഗലേപ്പു, ബനാഘട്ട് സംസ്ഥെ എന്നീ 2 ക്രോസ് ബോർഡർ റെയിൽവേ ലൈനുകളാണ് ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചത്. ഇവ ഹിമാലയൻ രാജ്യമായ ഭൂട്ടാന്റെ ആദ്യത്തെ റെയിൽവേ ലിങ്കുകൾ കൂടിയാണ്. 29 പ്രധാന പാലങ്ങൾ, 65 ചെറിയ പാലങ്ങൾ, 2 ഗുഡ്സ് ഷെഡുകൾ, നിരവധി അണ്ടർപാസുകൾ, ഓവർപാസുകൾ എന്നിവയും വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി. ഇതുവരെ ഭൂട്ടാന്റെ ഇറക്കുമതിയും കയറ്റുമതിയും റോഡ് ഗതാഗതത്തെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. പുതിയ റെയിൽ ലിങ്കുകൾ ആരംഭിക്കുന്നത് ഈ യാത്രാസമയവും ചെലവും ഗണ്യമായി കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇത് ഭൂട്ടാനെ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്കും വിപണികളിലേക്കും എളുപ്പത്തിൽ പ്രവേശിക്കാൻ സഹായിക്കും. ഇന്ത്യൻ മെയിൻലാൻഡിനെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുമായി കണക്ട് ചെയ്യുന്ന സിലിഗുരി കോറിഡോറിന് സമീപത്തായാണ് ഈ 2 റൂട്ടുകളും കടന്നു പോകുന്നത്. ഇടുങ്ങിയതും തന്ത്രപരമായി നിർണായകവുമായ ഈ മേഖലയിലെ മെച്ചപ്പെട്ട റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വ്യാപാരം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ദേശീയ സുരക്ഷയും പ്രാദേശിക പ്രതിരോധശേഷിയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ത്യ ഭൂട്ടാൻ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഭൂട്ടാന്റെ വികസനത്തിനായുള്ള ഇന്ത്യയുടെ തുടർച്ചയായ പ്രതിബദ്ധതയുടെ ഭാഗം കൂടിയാണ് ഈ സംരംഭം. സ്വന്തം റെക്കോർഡ് വീണ്ടും തിരുത്തിക്കുറിച്ച് ചൈന. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം എന്ന റെക്കോർഡിലേക്ക് ഹുവാജിയാങ് ഗ്രാൻഡ് കാനിയൻ ബ്രിഡ്ജിനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് ചൈന ഇപ്പോൾ. തെക്ക് പടിഞ്ഞാറൻ ചൈനീസ് പ്രവിശ്യയായ ഗുയിഷോയിലെ ബെയ്പാൻ നദിക്ക് കുറുകെയാണ് 625 മീറ്റർ ഉയരമുള്ള ഹുവാൻജിയാങ് ഗ്രാൻഡ് കാനൻ പാലം സ്ഥിതി ചെയ്യുന്നത്. ഈ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ബെയ്പാൻ ജിയാങ് പാലത്തിന്റെ പേരിലാണ് ഇതിനു മുൻപ് ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത്. മോഡേൺ എഞ്ചിനീയറിംഗ് കൈവരിച്ച അസാധാരണ നേട്ടമാണ് ഈ പാലമെന്ന് ലോകരാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടു. 3 വർഷം എന്ന റെക്കോർഡ് വേഗത്തിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. നദീതടത്തിന്റെ 2 വശങ്ങൾക്കിടയിലുള്ള ഡ്രൈവിംഗ് സമയം ഇനി 2 മണിക്കൂറിൽ നിന്ന് 2 മിനിറ്റായി കുറയുമെന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. 2073 അടി ഉയരമുള്ള ചൈനയുടെ ഷാങ്ഹായ് ടവറിന് തുല്യമാണ് ഈ പാലത്തിന്റെ ഉയരം. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ജമ്മു ആൻഡ് കാശ്മീരിലെ ചെനാബ് റെയിൽ ബ്രിഡ്ജാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പാലം. 359 മീറ്ററാണ് ഇതിന്റെ ഉയരം. ആമസോൺ കാടുകളുടെ വലിപ്പത്തെ സ്വാധീനിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആമസോണിലുടനീളമുള്ള ശരാശരി മരങ്ങളുടെ വലിപ്പവും ഓരോ ദശകത്തിലും 3.2% വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ. ആഗോളതാപനവും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും ആഗോളതലത്തിൽ ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ആശ്വാസം തരുന്ന പുതിയ വാർത്ത. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ പ്ലാന്റ് സയൻസസ് വകുപ്പ് നടത്തിയ പഠനത്തിൽ ആമസോൺ മഴക്കാടുകളിൽ വലിയ മരങ്ങളുടെ വലിപ്പവും എണ്ണവും വർദ്ധിച്ചു വരികയാണെന്ന് കണ്ടെത്തി. മഴക്കാടുകളിൽ കാർബൺ സൈക്ലിങ്ങിന്റെയും സംഭരണത്തിന്റെയും പകുതിയും 1% മാത്രമുള്ള ഏറ്റവും വലിയ മരങ്ങളാണ് വഹിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ആമസോണിലെ മരങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും കാർബൺ സിങ്ക് ഇഫക്റ്റിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന ആശങ്കകൾ നിലനിന്നിരുന്നു. എന്നാൽ നേരെ മറിച്ച് അവയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിൽ വർദ്ധിച്ചു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം അനുകൂലമായി മാറുകയാണ് ഉണ്ടായത്. കാലാവസ്ഥാ വ്യതിയാനത്തെ മുമ്പ് കരുതിയതിനേക്കാൾ കൂടുതൽ പ്രതിരോധ ശേഷിയോടെ നേരിടാം എന്നതിന്റെ സൂചനയാണിത്. ഏകദേശം 100ഓളം ഗവേഷകരുടെ സംഘം 158 സ്ഥിരം പ്ലോട്ടുകളിലെ മരങ്ങളുടെ വലിപ്പം നിരീക്ഷിക്കുകയും കുറഞ്ഞത് 30 വർഷമായി ഈ വർധനവ് തുടരുന്നതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാഹന ഗതാഗത പാത എന്ന പദവി ഇന്ത്യക്ക് സ്വന്തം. ലഡാക്കിലെ മിഗ്ലായിലാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ പുതിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചത്. പാരിസ്ഥിതിക തടസ്സങ്ങളെ മറികടന്ന് വളരെ ഉയരത്തിൽ യന്ത്ര സാമഗ്രികളും മനുഷ്യശക്തിയും പ്രവർത്തിപ്പിക്കുക എന്നതാണ് സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലെ റോഡ് നിർമ്മാണം നേരിടുന്ന വെല്ലുവിളി.
ഓക്സിജന്റെ അളവ് പകുതിയോളം കുറയുന്നതും 0 താഴെയുള്ള താപനിലയും പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂപ്രകൃതിയും ഇത് കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇവിടെയാണ് 19,400 അടി ഉയരത്തിൽ റോഡ് നിർമ്മിച്ച് ഇന്ത്യ ലോക റെക്കോർഡ് നേടുന്നത്. ഈ റോഡുകൾ കുറഞ്ഞ ഗതാഗത സമയം, പ്രദേശവാസികൾക്ക് മികച്ച ലോജിസ്റ്റിക്സ്, അവശ്യ സാധനങ്ങളുടെ എളുപ്പത്തിലുള്ള ലഭ്യത എന്നിവ ഉറപ്പു നൽകുന്നു. ഒപ്പം കഠിനമായ ശൈത്യകാലത്ത് പലപ്പോഴും ഒറ്റപ്പെടുന്ന ലഡാക്കിലെ വിദൂര അതിർത്തി പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനവും മെച്ചപ്പെടുത്തുന്നു. അതിർത്തി മേഖലയിലെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന പ്രതിരോധ വകുപ്പിന്റെ ലക്ഷ്യം നേടാനും ഈ മികച്ച റോഡുകൾ സഹായിക്കുന്നു. ലോകത്തിന്റെ പല മേഖലകളിലുള്ള വിനോദസഞ്ചാരികളുടെ ആകർഷണം കൂടിയാണ് ഈ ഉയരത്തിലുള്ള മോട്ടറബിൾ റോഡ്. ലഡാക്കിലെ തന്നെ ഉംലിംഗ് ലായിലെ 19,024 അടി ഉയരത്തിലുള്ള റോഡിന്റെ പേരിൽ ഉണ്ടായിരുന്ന റെക്കോർഡാണ് ഇപ്പോൾ മിഗ്ല പാസ് നേടിയെടുത്തത്. ഇന്ത്യയുടെ അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് ഈ റോഡിന്റെ നിർമ്മാണ ചുമതലയും ഏറ്റെടുത്തത്. മരുഭൂമിയിൽ പൊന്നു വിളയിക്കാൻ കേന്ദ്ര സർവകലാശാല. പശ്ചിമ രാജസ്ഥാനിലെ വരണ്ട മരുഭൂമിയിൽ ആദ്യമായി നൂതനമായ ഡെസേർട്ട് സോയിൽ ഫോമിംഗ് ടെക്നിക് ഉപയോഗിച്ച് വിജയകരമായി ഗോതമ്പ് കൃഷി ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. മരുഭൂമിയിലെ മണ്ണിൽ കൃഷി ചെയ്യുക എന്നത് സ്വപ്നങ്ങളിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ഇന്ത്യയിലെ മരുപ്രദേശങ്ങൾക്ക് പ്രസിദ്ധിയാർജിച്ച രാജസ്ഥാന്റെ പടിഞ്ഞാറൻ ജില്ലകളിലെ കാർഷിക മേഖല അതിനാൽ ഏറെ ദുർബലമാണ്. എന്നാൽ ഇതിനുള്ള പരിഹാരം തേടിയിരിക്കുകയാണ് ശാസ്ത്രലോകം. തരിശായ മരുഭൂമിയിലെ മണലിനെ കാർഷിക പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവുള്ള മണ്ണ് പോലുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്ന ബയോടെക്നോളജി രീതിയാണ് ഡെസേർട്ട് സോയിൽ ഫോമിംഗ് ടെക്നിക്. അയഞ്ഞ മണൽ കണികകളെ ബന്ധിപ്പിച്ച് മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുക, അതുപോലെ ജലത്തെ നിലനിർത്താനുള്ള മണ്ണിൻ്റെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്നിവ ഈ ടെക്നോളജിയുടെ ഭാഗമാണ്. ഇതിനായി പല ബയോ ഫോർമുലേഷനുകളും പോളിമറുകളും ഉപയോഗിക്കുന്നുണ്ട്. മഴയുടെ രീതികളിലെ മാറ്റങ്ങൾ, മണൽക്കൂനകളുടെ വ്യാപനം, അശാസ്ത്രീയമായ പ്ലാന്റേഷൻ ഡ്രൈവുകൾ എന്നീ പ്രതികൂല സാഹചര്യങ്ങളുമായി പൊരുതിക്കൊണ്ട് രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഗോതമ്പ് കൃഷിക്കായി ഇപ്പോൾ ഒരു പരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും മലിനമാക്കപ്പെട്ട 10 നഗരങ്ങളുടെ പട്ടികയിൽ സ്ഥാനം നേടി ന്യൂഡൽഹി. സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ റാങ്കിംഗ്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പാരിസ്ഥിതിക വെല്ലുവിളികളിൽ ഒന്നായി നഗരമലിനീകരണം മാറിയിരിക്കുന്നു. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, വ്യാവസായിക വളർച്ച, വർദ്ധിച്ചു വരുന്ന കാർബൺ എമിഷൻ എന്നിവ കാരണം ലോകമെമ്പാടുമുള്ള നഗരങ്ങൾ വായു, ജലം, ശബ്ദ മലിനീകരണം എന്നിവയ്ക്ക് വിധേയമാകുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ആഗോള ജനസംഖ്യയുടെ 99% വായുവിന്റെ ഗുണനിലവാരം വളരെ മോശമായ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് 2025 ആദ്യ പകുതിയിലെ കണക്കുകൾ പ്രകാരം സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ ഡൽഹിയെ ഇന്ത്യയിലെ ഏറ്റവും മലിനമായ 2ാമത്തെ നഗരമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദേശീയ അന്തർദേശീയ മലിനീകരണ മാനദണ്ഡങ്ങൾ ഡൽഹി പാലിക്കുന്നില്ലെന്ന് CREA കണ്ടെത്തി. വായു മലിനീകരണത്തിന്റെ പരമാവധി അനുവദനീയ പരിധി അഥവാ ആനുവൽ നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ലോകാരോഗ്യ സംഘടന നിശ്ചയിച്ചിരിക്കുന്നത് 5 മൈക്രോഗ്രാംസ് പെർ ക്യൂബിക് മീറ്റർ ആണ്. എന്നാൽ ഇന്ത്യൻ നഗരങ്ങളിൽ ഇത് 40 മൈക്രോഗ്രാംസ് പെർ ക്യൂബിക് മീറ്റർ കവിഞ്ഞിരിക്കുന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഡൽഹി പോലുള്ള നഗരങ്ങളിൽ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിക്ക് നേരെയുള്ള ഭീഷണിക്ക് പുറമെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വായു മലിനീകരണം സൃഷ്ടിക്കുന്നതിനാൽ ഗവൺമെന്റുകൾ മതിയായ നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു. ആൻഡമാനിൽ 20 വർഷങ്ങൾക്ക് ശേഷം പൊട്ടിത്തെറിച്ച് അഗ്നിപർവ്വതം. ഇന്ത്യയിലെ ഏക മഡ് വോൾക്കാനോ എന്നറിയപ്പെടുന്ന ബാരതാങ് മഡ് വോൾക്കാനോ ആണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. മഡ് വോൾക്കാനോ അഥവാ ചെളി അഗ്നിപർവ്വതം എന്നത് ഭൂമിക്കടിയിൽ നിന്നുള്ള ചെളി, വാതകങ്ങൾ, വെള്ളം എന്നിവയുടെ പൊട്ടിത്തെറിയാൽ രൂപം കൊള്ളുന്ന കോണാകൃതിയിലുള്ള ഒരു ഭൂമിശാസ്ത്ര ഘടനയാണ്. അഗ്നിപർവ്വതം പോലെ കാണപ്പെടുമെങ്കിലും ഇവ യഥാർത്ഥ അഗ്നിപർവ്വതങ്ങളല്ല. ലാവയ്ക്ക് പകരം ചെളി, വെള്ളം, മീഥേൻ പോലുള്ള വാതകങ്ങൾ എന്നിവയാണ് പൊട്ടിത്തെറിയുടെ സമയത്ത് പുറത്തേക്ക് വരിക. ഭൂമിക്കടിയിൽ പ്രകൃതിവാതകങ്ങൾ, വെള്ളം, സൂക്ഷ്മ അവശിഷ്ടങ്ങൾ എന്നിവ ഹൈ പ്രഷറിൽ കുടുങ്ങിക്കിടക്കുന്നു.
മർദ്ദം വളരെ ഉയർന്നതാകുമ്പോൾ ഇവ ഭൂമിയുടെ പുറന്തോടിൽ ദുർബലമായൊരിടത്ത് വിള്ളലുണ്ടാക്കുകയും അങ്ങനെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ പുറന്തള്ളപ്പെടുന്ന അവശിഷ്ടങ്ങൾ വെന്റിനു ചുറ്റും അടഞ്ഞുകൂടുകയും ഒരു ചെറിയ അഗ്നിപർവ്വതം പോലെ തോന്നിക്കുന്ന കോണാകൃതിയായി മാറുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ ഏക മഡ് വോൾക്കാനോ ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലെ ബരാട്ടാങ് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്നത്. 2005 ഇറപ്റ്റ് ചെയ്തതിനു ശേഷം പിന്നീട് 20 വർഷങ്ങൾക്കിപ്പുറമാണ് ഇത് വീണ്ടും ഇറപ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണിത്. പോർട്ട് ബ്ലായറിൽ സ്ഥിതി ചെയ്യുന്ന ബാരേനാണ് ഇന്ത്യയിലെ ഏക ആക്റ്റീവ് ലാവ വോൾക്കാനോ. അടുത്തത് ഏറെ പ്രത്യേകതയുള്ള ഒരു വാർത്തയാണ്. കേരളത്തിലെ പുരാതന സ്പൈസ് റൂട്ടുകൾക്ക് പുതുജീവൻ നൽകാൻ മുസിറിസ് പ്രോജക്ട് ലിമിറ്റഡ്. ഒരു കാലത്ത് കേരളത്തെ റോം, ഗ്രീസ്, ഈജിപ്ത്, മെസപ്പൊട്ടേമിയ തുടങ്ങിയ പുരാതന നാഗരികതകളുമായി ബന്ധിപ്പിച്ചിരുന്ന കേരളത്തിലെ സമ്പന്നമായ തുറമുഖമായിരുന്നു തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മുസിറിസ്. പിന്നീട് മൺമറഞ്ഞു പോയ ഈ പുരാതന സമുദ്ര വ്യാപാരത്തെ കേന്ദ്രീകരിച്ച് പുതിയ ടൂറിസം സർക്യൂട്ടുകൾ വികസിപ്പിക്കുന്നതിനായി 2014 കേരള ഗവൺമെന്റ് സ്പൈസ് റൂട്ട് ഇനീഷ്യേറ്റീവ് എന്ന സമഗ്ര പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു. പുരാവസ്തു ഗവേഷണം, സംരക്ഷണം, ടൂറിസം എന്നിവയിലൂടെ നഷ്ടപ്പെട്ട ഈ ചരിത്രം വീണ്ടും കണ്ടെത്തുക എന്നതാണ് മുസിറിസ് ഹെറിറ്റേജ് പ്രോജക്റ്റിന്റെ ലക്ഷ്യം. ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ 10 സവിശേഷ സ്പൈസ് റൂട്ട് അധിഷ്ഠിത ടൂറിസം സർക്യൂട്ടുകൾ ആരംഭിക്കാനാണ് ഒരുങ്ങുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള പുരാതന തുറമുഖങ്ങൾ, പൈതൃക കേന്ദ്രങ്ങൾ, സുഗന്ധവ്യഞ്ജന വ്യാപാര സ്ഥലങ്ങൾ എന്നിവയെ ഈ സർക്യൂട്ടുകൾ ബന്ധിപ്പിക്കും. നിലവിലുള്ള പൈതൃക റൂട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഇത് യാത്രക്കാർക്ക്. എഡ്യൂക്കേഷണൽ ടൂറിസത്തിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ പദ്ധതി മുൻപ് വ്യാപാര ബന്ധം പങ്കിട്ട രാജ്യങ്ങളുമായി ബന്ധം പുനഃസ്ഥാപിക്കാനും ഇവിടങ്ങളിലെ സർവകലാശാലകളുമായി സഹകരിച്ച് പദ്ധതിയെ വിപുലീകരിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. Lead IAS Junior, India's #1 civil services talent development course for school students.